സമാധാനപരമായ ജീവിതത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒരു നടപടിയും ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുണ്ടാകില്ല. ഇവിടെ അത്തരം നടപടികളാണ് ബോധപൂർവം ആരംഭിച്ചിട്ടുള്ളത്. പ്രകോപനമാണെങ്കിൽ അങ്ങേയറ്റം പ്രകോപനപരമായി കാര്യങ്ങൾ നടത്താനും പ്രകോപനം സൃഷ്ടിക്കാനും അതിലൂടെ നാട്ടിലാകെ സംഘർഷമുണ്ടാക്കാനുമുള്ള നീക്കങ്ങളാണ് നടന്നത്. ഒരു മുൻകൂട്ടിയുള്ള ആലോചനയുടെ ഭാഗമായാണിത് എന്നത് ആർക്കും മനസ്സിലാക്കാവുകയും, മുൻകൂട്ടിയുള്ള ആലോചന അവരവർക്ക് നടത്താം. ഇതിൽ താല്പര്യമുള്ള സമാന മനസ്കരുമായി ആലോചിക്കും. അതിനിയും പുറത്തു വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതായത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നു കൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. അപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. അതിലൂടെ നാടിൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ നല്ല ശ്രമം അദ്ദേഹം നടത്തുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ നല്ല സംയമനത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടത്. ഇപ്പോൾ സെനറ്റിലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ച് SFI ആണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത്. അതിൽ സംയമനത്തോടെ തന്നെയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഗവർണർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതിൽ വിദ്യാർത്ഥികളെ ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാൾ ഇനി പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാമായിട്ടോ ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു. അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ കെണിയിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയില്ല എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ്. ഈ KSU ഈ പ്രശ്നത്തിലായിരുന്നു മാർച്ചെങ്കിൽ ഇത്തരമൊരു പ്രശ്നത്തിലൊരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് മാർച്ച് നടത്തേണ്ടതാണല്ലോ എന്ന് ഞാൻ പറയാൻ നിർബന്ധനാകുമായിരുന്നു. കാരണം SFI അത് അവരുടെ പ്രക്ഷോഭം നടത്തുന്നത് ഈ ചാൻസലർ എന്ന നിലക്ക് സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ചതിനെതിരെയാണല്ലോ. ഇവിടെ KSU എന്തിനാണ് മാർച്ച് നടത്തുന്നത്? എന്തിനാണ് മാർച്ച് എന്ന് പറയട്ടെ? ഏതാവശ്യത്തിനാണ്?
ഏത് വിദ്യാർത്ഥി പ്രശ്നമാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത്? അപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ വാക്കുകൾ അന്വർത്ഥമാക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരിക്കാം ഇത്. അത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയത് KSUക്കാർ തുടരും എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശം നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ്. എന്താണ് അതുകൊണ്ട് ഇവർക്ക് നേടാനുള്ളത്? എന്തിനാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കും അടിക്കും അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. അതൊന്നും ഒരു സാധാരണ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ലാതെ. അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടും അവരുദ്ദേശിച്ച ഫലം കാണുന്നില്ല എന്ന് വരുമ്പോൾ കൂടുതൽ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള അവർ തന്നെ സ്വയം പ്രകോപിതരാകുന്നു. ആരും വേറെ പ്രകോപനം സൃഷ്ടിച്ചതല്ല. കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാകുകയാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നവകേരള സദസ്സിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ തുടരുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.